പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ സമയം ഏർലി മോർണിംഗ് 4 AM. പതിവ് പോലെ കുടുംബമായിട്ട് സിനിമയ്ക്ക് പോയി അവതാർ സിനിമ കണ്ടു. അവതാർ സിനിമ 3 മണിക്കൂറും 17 മിനിറ്റുമാണ് ആ പടത്തിൻ്റെ ഡ്യൂറേഷൻ, ദൈർഘ്യം. പടം ഇന്നലെ റിലീസായി. പടത്തിന് തുടക്കമേ ഞാൻ പറയട്ടെ, വളരെയേറെ നെഗറ്റീവ് കമന്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ പടത്തിൽ. അതായത് നമ്മുടെ അവതാർ സിനിമയുടെ നെഗറ്റീവ് കമന്റ് ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച വ്യൂവേഴ്സ് ഉള്ള 2 ലക്ഷം മുതൽ 5-10 ലക്ഷം വരെ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബ് ബ്ലോഗേഴ്സ് വളരെ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് അവതാർ ഇത് ആഷ് പാർട്ട് 3. പാർട്ട് ഫസ്റ്റ് ഞാൻ വളരെ മുൻപ് കണ്ടു, അതായത് ആ കാലഘട്ടത്തിൽ 15 വർഷം മുമ്പ്. പാർട്ട് സെക്കൻഡ് കണ്ടു. ഇതാ പാർട്ട് തേർഡ് 2026 ഇന്നലെ റിലീസായി. അതായത് ഡിസംബർ 19 ഇന്നലെ റിലീസായത് മുതൽ വളരെയേറെ നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അവതാർ 3. ഞാൻ ജെയിംസ് കാമറൂണിൻ്റെ ഒരു ഫാൻ തന്നെയാണ്. അതുകൊണ്ട് ഫാൻ എന്ന് പറയണേക്കാളുപരി എനിക്ക് അദ്ദേഹത്തിനടുത്ത് അസൂയ പോലും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരാളടുത്ത് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജെയിംസ് കാമറൂണിൻ്റെ അടുത്താണ്. ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒരു അസൂയ തോന്നിയിട്ടുണ്ട്. രാജമൗലി എടുത്തൊരു അസൂയൊക്കെ തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അസൂയ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കില്ല് കണ്ടിട്ട്, ആ സ്കില്ല് തന്നെ നമുക്ക് അവർ അതിനെക്കുറിച്ച് നമുക്കൊരു ചിരി നോളജ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അവരുടെ സ്കില്ലിലാണ് അസൂയ തോന്നിയിട്ടുള്ളത്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ജെയിംസ് കാമറൂണിനെ സംബന്ധിച്ച് ഞാൻ പ്രേക്ഷകരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നോളജുള്ള അല്ലെങ്കിൽ തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നത്, ഇനി സിനിമ ഇഷ്ടപ്പെടാത്തവർക്കും ജെയിംസ് കാമറൂണിൻ്റെ സിനിമകളെന്ന് പറയുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ജെയിംസ് കാമറൂണിൻ്റെ അവതാറിലെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള പാർട്ട് 3 സിനിമ കണ്ടു. നെഗറ്റീവ് കമൻറ്റിൻ്റെ ഒരു ഘോരമായ പറച്ചിലുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സിനിമയ്ക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പതിവ് പോലെ കളിക്കുള്ള കാട്ടാക്കട കാളീശ്വരി തിയേറ്ററിൽ ബുക്ക് ചെയ്തു. അവിടെ പിന്നെ സിനിമ കിട്ടിയില്ല, ടിക്കറ്റ് ക്യാൻസലായി, റീഫണ്ടായി വന്നു. പിന്നീട് അവിടെ പടം ഇപ്പോൾ ചെറിയ തിയേറ്ററിലാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് തിരിഞ്ഞില്ല. കാരണം ചെറിയ തിയേറ്ററിൽ ഞാൻ ഈ സിനിമ കാണില്ല. കാരണം അവതാർ സിനിമയൊക്കെ എന്ന് പറയുന്നത് മിനിമം വിഷ്വൽ ക്വാളിറ്റി ഉള്ള വൈഡ് സ്ക്രീനിൽ നിന്ന് മാത്രം 3Dയിൽ ഹെവി 3D ഉള്ളിടത്തുനിന്ന് മാത്രമേ പടം കാണാൻ പാടുള്ളൂ. അതാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്ന ഫസ്റ്റ് കാര്യം. ഈ സിനിമ ഓരോ സിനിമകളും അത് മേക്ക് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു ഹെവി വേൾഡ് വൈഡൊക്കെ എടുക്കുന്ന പടങ്ങൾ പലതും മേക്ക് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അത് ആ മേക്കിംഗ് കറക്റ്റ് ഒരു വിധമെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ എത്തണമെങ്കിലും നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ അത്തരം തിയേറ്ററുകളിൽ നിന്ന്, ആ ക്വാളിറ്റി ഉള്ള തിയേറ്ററുകളിൽ നിന്ന് പടം കാണാവും. അപ്പം അതുകൊണ്ട് തന്നെ കാട്ടാക്കടയിലാണ് സിനിമയ്ക്കാണ്. കാട്ടാക്കട ഓഡി 1ഉം ഓഡി 2ഉം, കാട്ടാക്കടയിൽ എല്ലാ തിയേറ്ററും കൊള്ളാം. അവിടെയുള്ള ഓഡി 7 വരെയും നല്ല തിയേറ്ററാണ്. പക്ഷേ ഇതുപോലുള്ള സിനിമയൊക്കെ അവിടെ ഓഡി 1ലോ 2ലോ കാണണം. അവിടെ ഇല്ലായിരുന്നു ഈ പടം, റീഫണ്ടായി. ഞാനിത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയാണ് ട്രിവാൻഡ്രം ടൗണിലുള്ള ഏരീസ് പ്ലസിലാണ് പോയി കണ്ടത്. ഏരീസ് പ്ലസിൽ പോയി എന്ത് കണ്ടു എന്ന് ചോദിച്ചാൽ, അഫോർഡബിൾ പ്രൈസ്, 2D 3D പ്രൊജക്ഷനിലുള്ള 2D പിന്നെ ലെവലുള്ള 3D പ്രൊജക്ഷനുള്ള ഹൈ ഡോൾബി അറ്റ്മോസ്ഫിയറുള്ള സ്റ്റാൻഡേർഡ് തിയേറ്റർ. അതും ഭയങ്കര റേറ്റൊക്കെ ആയിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ മിനിമം റേറ്റിൽ, ഒരു മീഡിയം റേറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തിയേറ്റർ അത് ഫുള്ളാവും എപ്പോഴും. അപ്പോൾ ഈ പടം ഇവിടെ ക്യാൻസലായപ്പോൾ തന്നെ ഞാൻ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പടം വരുന്നതിന് മുമ്പ് തന്നെ എന്ന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ ഈ പടം കാണാൻ പോയത്. അപ്പോൾ ഞാനീ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രേക്ഷകർ ഒരു സിനിമ കാണുന്നുവെങ്കിൽ അത് അത്തരം തിയേറ്ററുകളിൽ നിന്ന് മാത്രം സിനിമ കാണുക. അല്ലാതെ നിങ്ങളൊരു ചെറിയ സ്ക്രീനിലോ 3D എഫക്റ്റ് ഇല്ലാത്തതും വിഷ്വൽ ക്വാളിറ്റി ഇല്ലാത്തതും പിന്നെ അങ്ങനെയുള്ള ഒരു തിയേറ്ററിൽ നിന്നും, പ്രത്യേകിച്ച് അവതാർ പോലെയുള്ള ഹെവി റെസൊല്യൂഷനുള്ള
ഹെവി ഹെവി പഞ്ചും ഹെവി റെസുലേഷനും ഹെവി മേക്കിങ്ങും ഉള്ള ചിത്രങ്ങൾ പോയി കാണരുത്. ആ പടങ്ങൾ ക്യാമറകൾ തന്നെ ആ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. പടത്തിന്റെ റെസുലേഷനൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ അത്രയും തിയേറ്ററിൽ പോയി പ്രേക്ഷകർ കാണുന്നത്. നിങ്ങൾ കാണുമെങ്കിൽ എ ക്ലാസ് തിയേറ്ററിൽ നിന്ന് മാത്രം പടം കാണുക. ചെറിയ സ്ക്രീന് ഒരിടത്തുനിന്ന് ഈ പടം കാണരുത്. ഒരിടത്തും ഞാൻ പ്രേക്ഷകർക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന പടം കാണരുത്. ഇനി സിനിമയിലോട്ട് വരാം. സിനിമയിലോട്ട് വരുന്നതിന് മുമ്പ് ഇനി എൻ്റെ അഭിപ്രായത്തിലോട്ടും എൻ്റെ കാഴ്ചപ്പാടിലോട്ട് വരാം. ഈ സിനിമ ഇന്നലെ മുതൽ കേരളത്തിലെ എല്ലാ യൂട്യൂബ് ബ്ലോഗേഴ്സും വളരെ നികൃഷ്ടമായിട്ട് മോശമായിട്ട് തള്ളിക്കൂട്ടുകയാണ്. ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ, ഞാൻ തള്ളിപ്പറയണവരെന്നൊന്നും പറയണില്ല, ഞാനൊന്നും പറയണില്ല. ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്ന പ്രധാന കാര്യം പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് സിംഹക്കുട്ടി പ്രേക്ഷകർ ഞാൻ വിളിക്കുന്നവരൊക്കെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള ബ്രില്യൻ്റായ ആൾക്കാരെയാണ്. ബ്രില്യൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പൈസ ഉള്ളവരല്ല ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. പൈസ, വലിയ പണമുണ്ട്, വലിയ സെറ്റപ്പാണ്, അവരൊന്നും അല്ല ബ്രില്യൻ്റ്. അവരല്ല, ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ബ്രില്യൻ്റ്. അത് പൈസ ഉള്ളവരിലുണ്ട്, പൈസ ഇല്ലാത്തവരിലുണ്ട്, അല്ലാണ്ട് അവരൊക്കെ വേറെ ലോകത്താണ് ജീവിക്കുന്നത്. അവരെയാണ് ഞാൻ ബ്രില്യൻ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വലിയ ജോലി വെച്ചിട്ടോ നമ്മുടെ ഇവിടെ മിനിസ്റ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപ സമ്പാദിച്ചോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടൊന്നും ഒരാളെ ബ്രില്യൻ്റ് എന്ന് വിളിക്കാൻ പറ്റൂല. ബ്രില്യൻ്റ് സിംഹകുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല. സിംഹകുട്ടികളെന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആൾക്കാരെയാണ്. ചിന്തിക്കാൻ കഴിവുള്ള, എപ്പോഴും മറ്റു വർക്കുകൾ ചിന്തിച്ചംഗീകരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയണത്. അതൊന്നും നമുക്ക് പുറത്താക്കാനുള്ള ആൾക്കാരെ കാണാൻ കിട്ടില്ല. അപ്പം സിംഹകുട്ടി പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അവതാർ എന്തെന്ന് മനസ്സിലാക്കണം. അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം, പ്രിയ പ്രേക്ഷകരെ, ഇത് നമ്മുടെ ഏഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ അവതാർ എന്നുള്ള പേര് പോലും ഇട്ടിരിക്കുന്നത്. അതിന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ അതിൽ മതത്തെ ഒന്ന് കോട്ട് ചെയ്യേണ്ടി വരും. അത് ഞാൻ ഒരു മതത്തെ കുറ്റപ്പറയണല്ല, മതത്തെ ഒന്ന് കോട്ട് ചെയ്യണമെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ പുനർജന്മമില്ല എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ഒരു റൂട്ടിൽ പറയണത്, അതായത് പുനർജന്മമില്ല. അതുപോലെ തന്നെ മുസ്ലിം മതങ്ങളിലും പുനർജന്മം ഇല്ല. ഇങ്ങനെ പല മതങ്ങളും പുനർജന്മമില്ല. എന്നാൽ ലോകത്തിലെ ചില മതങ്ങളിലൊക്കെ പുനർജന്മമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സംസ്കാരത്തിലുള്ള ഹൈന്ദവ മതങ്ങളിലാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത് ഹൈന്ദവത്തിൽ, ഹിന്ദു മതങ്ങളിലല്ല. ഹിന്ദു മതം എന്ന് പറയുന്നത് അതൊരു മതം മാത്രമാണ്. അത് എന്തെങ്കിലുമൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് മറ്റുമൊക്കെ ആരാധിക്കുകയും അത് വേറൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കണതാണ്. അതല്ല ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമല്ല, ഹൈന്ദവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഏഷ്യൻ സംസ്കാരത്തിനകത്ത് നിൽക്കുന്ന പുനർജന്മം. അതായത് ഒന്നും ഒരിക്കലും നശിക്കുന്നില്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഹൈന്ദവ മതത്തില്. നമ്മുടെ ഭാരത സംസ്കാരം ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ തെറ്റാണ്. കാരണം ഭാരതവും ഇന്ത്യയൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. നമ്മുടെ ഏഷ്യൻ സംസ്കാരത്തില് ഏഷ്യൻ വിശ്വാസങ്ങൾ, സംസ്കാരമായിട്ട് രൂപാന്തരപ്പെട്ട് വന്ന വിശ്വാസങ്ങളിൽ കൂടി ഇത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഈ ഹിന്ദു മതമൊക്കെ ഉണ്ടായി പോരുന്നത്. ഇപ്പൊ ഹൈന്ദവ മെത്തോളജിക്കൽ പ്രകാരം പുനർജന്മം എന്ന് പറയുന്നത് അവരെ ബേസിക് കൺസെപ്റ്റാണ്. ഇത് മറ്റ് പല മതങ്ങളിലും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ അവതാർ എന്ന് പറയുന്ന സിനിമയുടെ ഈ അവതാർ എന്ന് പറയുന്ന പോർഷൻ തന്നെ, അവതാർ എന്ന് പറയുന്ന മീനിങ് തന്നെ പുനർജന്മം എന്നാണ്. ഈ പുനർജന്മം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പുനർജന്മം വിശ്വസിക്കുന്നവരുള്ള ഒരു ഏഷ്യൻ സംസ്കാരത്തിലാണ് അത് കൂടുതലുള്ളത്. പുനർജനിക്കും, നിങ്ങൾ ഒരിക്കലും ഡെഡായി പോകുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ആത്മാവായിട്ട് റിവേഴ്സ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ലയിച്ചു പോയിട്ട് അതിൽ നിന്നും റിവേഴ്സ് ചെയ്യപ്പെടും. ഈ രണ്ട് റിവേഴ്സിംഗ് ആണ് പറയണത്. ഈ രണ്ട് റിവേഴ്സിങ്ങിന്റെ വ്യത്യാസം ഞാൻ നിങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞുതരാം. അതായത് ഇതെന്താണെന്നുള്ളത്, അതാണ് ഞാൻ അവതാർ എന്നുള്ള പറയുന്ന സാധനം എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ കാര്യം പറയണം. അവതാർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതായത്
എന്നെ ഒരു മനുഷ്യൻ മനുഷ്യൻ മീൻസ് പ്രകൃതി, ഹൈന്ദവ മെത്തോളജി പ്രകാരം മനുഷ്യൻ എന്നല്ല, പ്രകൃതിയിൽ ഒരു ആറ്റം പോലും എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് രൂപാന്തരം മാറിപ്പോവും. അത് ഞാൻ അത്രയും പറയുമ്പോൾ പിന്നെ അങ്ങ് സയൻസിലോട്ടൊക്കെ പോകേണ്ടി വരും. വീഡിയോ വൈഡ് കഥ സിനിമയെന്ന് മാറിപ്പോവും. അതവിടെ കിട്ടെ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെടുമെന്നാണ്. ആ ആത്മാവിന് പുനർജനിക്കാനുള്ള കഴിവുണ്ട്, പുനർസൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഹൈന്ദവ മതം മീൻസ് ഹൈന്ദവം പറയണത്. ഹൈന്ദവം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം പറയണത് പുനർജനിക്കും എന്നാണ്. അപ്പൊ ഇതിനകത്തുള്ളൊരു ഹൈന്ദവ മതവും ഹിന്ദു മതവും ഹൈന്ദവവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവതാരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ അതിന്റെ ഡിഫിനേഷൻ പറയണത്. അതായത് മറ്റൊന്ന് സൃഷ്ടിക്കപ്പെടും ഇത് ആത്മാവ്. അത് ഹൈന്ദവത്തിലുമുണ്ട്, ഹിന്ദു മതത്തിലുമുണ്ട്. പക്ഷേ ഹൈന്ദവം എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിലുള്ള ഓരോ സെല്ലുകളും നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാം തന്നെ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് ഹൈന്ദവം. ഹിന്ദു മതം പറയണത് ആത്മാവാണ് റിവേഴ്സ് ചെയ്യപ്പെടുന്നത്, ബോഡി റിവേഴ്സിങ് പറയണില്ല. ബോഡി റിവേഴ്സിങ് പറയാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഹിന്ദു മതപ്രകാരം നമ്മുടെ ശരീരത്തെ അത്രയും ദഹിപ്പിച്ച് കളയാണ് കൂടുതലും ചെയ്യണത്. ഒരു 98% പേര്, 2% മാത്രമാണ് യോഗികളെയൊക്കെ കൊണ്ട് അടങ്ങുന്നത്. എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ എന്ത് പറയണത്, ക്രിസ്ത്യൻ ആചാരപ്രകാരം പോലെ ബോഡിയെ കൊണ്ടുവന്ന് സമാധി ഇരുത്തുക എന്ന് പറയും. ക്രിസ്ത്യൻസിലോ മുസ്ലിംസിലോ ഉള്ള എല്ലാ ബോഡിയും തന്നെയും കത്തിക്കാറില്ല, അടക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ കത്തിക്കുന്നുമുണ്ട്, സ്ഥലപരിമിതിയൊക്കെ കൊണ്ട്. അതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. ഞാൻ ഇതിന്റെ വ്യത്യാസം പറഞ്ഞു. എന്താണ് ഹൈന്ദവം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഹിന്ദുമതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ ആത്മാവ് പുനഃസൃഷ്ടിക്കപ്പെടും, പക്ഷെ ബോഡി കത്തിച്ചു കളയാണ് ചെയ്യണത്. അപ്പൊ ബോഡിയുടെ സെല്ലുകൾക്ക് പിന്നെ വിഘടിക്കാൻ ഇല്ല. ബോഡി കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എനർജിയായി എന്ത് വരണേ, ഫോസിൽ എനർജി ആയിട്ടതങ്ങ് മാറും. ഫോസിൽ എനർജി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എയർ എനർജി ആയിട്ടതങ്ങ് മാറും. നമ്മൾ ബോഡി കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ബോഡി സ്വാഭാവികമായി പ്രകൃതിയിൽ കടന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡി അടുത്ത ആറ്റമായിട്ട് മാറുള്ളൂ. അതൊന്ന് മറ്റൊന്നിലോട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം നമ്മൾ പ്രകൃതിയിലോട്ട് ഇണക്കി ചേർത്ത് കഴിഞ്ഞാൽ രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരം ഓപ്പണായിട്ട് പുറത്തിട്ടിട്ട് പ്രകൃതിയുടെ വല്ലതുമൊക്കെ പല ജീവികളോ ഒക്കെ കുത്തിത്തുന്നാൽ അത് മറ്റൊരു ഫോമായി മാറും, മറ്റൊരു ആറ്റമായിട്ടാണ് മാറുന്നത്. അപ്പൊ അവിടെയും പുനർസൃഷ്ടിക്കപ്പെടുകയാണ്, വേറൊരു എനർജറ്റിക് ആയിട്ട് പുനർസൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, അത് ആത്മാവിന്റെ പുനഃസൃഷ്ടിയും ബോഡിയുടെ പുനഃസൃഷ്ടിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഹൈന്ദവം. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ വ്യക്തമായിട്ട് പറയണെന്ന് പറയുന്നത്, അത്തരം ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊന്നും മതമില്ല. അതുകൊണ്ട് തന്നെ ബോഡിയെ പോലും അവരൊരിക്കലും ദഹിപ്പിക്കാറില്ല ഹൈന്ദവപരമായിട്ട്. അത് ആചാരപ്രകമായിട്ട് മനുഷ്യന്റെ ശരീരം ഏത് ശരീരവും വേർപെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റില്ലായി കഴിഞ്ഞാൽ അത് മറ്റൊന്നിന് ഭക്ഷണമാക്കുകയാണ് പതിവ്. അത് നിങ്ങൾ ഇപ്പോഴും നോക്കിയാൽ മതി. ഗുജറാത്തിന്റെ ഏതോ പല മേഖലകൾ, ഇന്ത്യയുടെ പല മേഖലകളിലും മനുഷ്യന്റെ ശരീരം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കെട്ടിത്തൂക്കിയിട്ട് അത് പ്രകൃതിയിലുള്ള മനുഷ്യന്റെ എന്നല്ല എന്തും അത് പുറത്ത് കൊടുത്തിട്ട് പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ കഴിച്ചു പോവുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ദ്രവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ അവതാറിന്റെ കാര്യമാണ് പറയണത്. ഞാനിതിവിടെ അതാണ് പറഞ്ഞത്, മതത്തെ അല്ല പറയണത്, അവതാറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ആത്മാവായി മാറുകയും മനുഷ്യ ശരീരം ഏത് ശരീരമായാലും അത് ദഹിപ്പിക്കുകയൊന്നും ചെയ്യാതെ അടുത്തൊരു അതായത് മറ്റൊരു ജീവി കഴിച്ചിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇഴുകിച്ചേർന്നോ ചെയ്ത് അടുത്ത ആറ്റമായി മാറുകയും ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെയും പുനർസൃഷ്ടിയുണ്ട്. ആത്മാവെന്നുള്ളത് ഒരു സാങ്കല്പിക സങ്കല്പമാണെങ്കിൽ അതിന് ഇതുവരെ പ്രൂഫില്ല. പക്ഷെ നമ്മുടെ ബോഡി പ്രൂഫബിൾ ആണ്. അതിന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ, നിങ്ങളെ ബ്ലഡ് എടുത്തിട്ട് നിങ്ങൾ വല്ല എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേ, അവരത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കട്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് ബ്ലഡ് താഴെ ഇട്ട് ആ ബ്ലഡ് അടുത്ത രൂപാന്തരം മാറി വരും. ഉടനെ തന്നെ അതിൽ മറ്റ് ജീവികൾ വരികയും പരിപാലിക്കപ്പെടുകയും അത് മറ്റൊരു ആറ്റമായിട്ട് അങ്ങ് മാറും. നമ്മൾ കഴിക്കുന്ന ഫുഡായാലും എന്തായാലും നമ്മൾ എടുത്ത് അതൊരു മറ്റൊരു എനർജറ്റിക് ആയിട്ട് മാറി നമ്മുടെ ശരീരം എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു പോയാലും
അത് അങ്ങനെ ഒരു മറ്റൊരു രൂപാന്തരമായി മാറുകയും ചെയ്യും. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ഇന്നും പ്രൂഫ് ചെയ്യപ്പെടാത്ത ഒരു സങ്കല്പം മാത്രമാണ്. ഒരു പ്രകൃതിയുടെ മറ്റൊരു എന്തോ ഒരു ഇലക്ട്രിക് പവർ പോലെ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് കണ്ടുപിടിക്കട്ടെ. നമ്മുടെ ശരീരത്തിന്റെ ഇതെന്ന് പറയുന്നത് പിന്നെ ഡ്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരം മറ്റൊന്ന് രീതിയിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ മറ്റൊന്നെങ്കിലും കഴിച്ച് എനർജറ്റിക് ആവും, ഇല്ലെങ്കിൽ പ്രകൃതിയിലായിട്ട് ലയിച്ച് മറ്റൊരു രീതിയിലോട്ട് ആറ്റമായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പുനർസൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ എന്ത് തന്നെയായാലും, അത് എന്ത് തന്നെ ആയാലും, ആത്മാവായാലും ഇതായാലും മറ്റൊരു ശരീരത്തിൽ കൂടി റിവേഴ്സ് ചെയ്യപ്പെട്ടു വരും. അതിന് പുനർജന്മം എന്ന് പറയും. ആ പുനർജന്മത്തിന്റെ ഒരു സാൻസ്ക്രിറ്റ് വേണമെന്ന് തന്നെ പറയാം. അപ്പൊ ഈ അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇതാണ് അവതാർ. പടത്തിന്റെ മീനിങ്ങും അതിന്റെ ടൈറ്റിലേ അത് തന്നെയാണ്. അത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട മറ്റൊന്നിനെയും ബേസ് ചെയ്ത് എടുത്തിട്ടുള്ളല്ലേ. ഇത് ഏഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ജെയിംസ് കാമറൂണിന്റെ അയാളുടെ വായനാശീലത്തിൽ, അയാളുടെ നോളജിൽ കൂടി, അയാൾക്ക് ഇമാജിനേഷനിൽ കൂടി അയാൾക്ക് പുറത്തു വരുന്ന സാധനമാണ്. ഒരു സ്വപ്നത്തിൽ കൂടിയൊക്കെ അയാൾ ഇത് കണ്ട കാര്യങ്ങളൊക്കെ കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് അങ്ങനെ പുനർസൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അവതാർ. അതാണ് ഈ അവതാർ സിനിമ. അപ്പൊ എല്ലാം പുനർസൃഷ്ടിക്കപ്പെടുകയാണ്. പാർട്ട് 1 നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ അതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. പാർട്ട് 2 അടുത്ത വേർഷനിലോട്ട് മാറുകയാണ്. അപ്പോഴും പുനർസൃഷ്ടി വന്നിട്ടില്ല. പുനർസൃഷ്ടി 1-2 പേരിലേ ഉള്ളൂ. പാർട്ട് 3 വില്ലനും നായകനും എല്ലാം പുനർസൃഷ്ടിയിൽ വന്നു. നിങ്ങൾ ഈ വേ മനസ്സിലാക്കണം. ഈ കൃത്യമായിട്ട് ഇത് എന്താണെന്ന് ഇതൊരു ബേസിക് മാത്രമാണ്. ഇത് മനസ്സിലാക്കണം. ഈ പുനർജന്മം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ഇമാജിനേഷൻ ലോകത്ത് യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കും. നമ്മളിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കണം എന്നല്ലേ നമ്മുടെ ഈ ഏഷ്യൻ സംസ്കാരം പഠിക്കുന്നതും. ഭാരത സംസ്കാരമാണെങ്കിൽ ഇപ്പൊ പറയാനേ ഇല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ. ഇവിടെ പീക്ക് ലെവലാണ്. പക്ഷെ അത് മതത്തിലാണ് നിൽക്കുന്നതാണ് വിഷയം. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് മേറെ കയറാത്തത്. നിങ്ങൾ കൃത്യമായിട്ട് ഹൈന്ദവ മെത്തോളജിക്കൽ പ്രകാരം ഉണ്ടാകുന്ന അവതാർ അത് എങ്ങനെ ഒരു വേറൊരു വേൾഡിൽ കാണിച്ചു കൊണ്ടിട്ട് പുനർസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിട്ട് ആ കഥാപാത്രങ്ങൾ ഉത്ഭവിക്കുന്ന ജന്മത്തോടെ വന്നിട്ട് അതിന് ഫൈറ്റ് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന രീതിയാണ് അവതാർ സിനിമ പറയുന്നത്. അപ്പോൾ അവതാർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുനർജന്മം തന്നെയാണ്. ഇത് പ്രിയ പ്രേക്ഷകരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇത്രയും ഒരു 18 മിനിറ്റോളം എനിക്ക് കഥ പറഞ്ഞ് നിങ്ങൾ പ്രേക്ഷകർക്ക് പറയാം. ഇത് ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷകർക്ക് ഇവിടെ തള്ളിക്കൂട്ടുന്ന കുറെ യൂട്യൂബ് ബ്ലോഗേഴ്സും മറ്റു പലരും ഉണ്ട്. ഈ സിനിമയെ അടച്ചാക്ഷേപിക്കുന്നവർക്കൊന്നും അവർക്കൊക്കെ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, എവിടെയൊക്കെ അവർ പഠിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊരു പുണ്ണാക്ക് പറഞ്ഞുകൊണ്ടെന്നാണ് അർത്ഥം. അവരൊന്നും പഠിച്ചിട്ടേ ഒരു കാര്യമില്ല. നമ്മളെ വിദ്യാഭ്യാസത്തിന് ഗുണവും ഇല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ഗുണവും ഇല്ലാതെ പോണത് ഇതുകൊണ്ടാണ്. എന്താണ് ഒരു സബ്ജക്റ്റ് എന്നോ എന്താണ് ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നോ മനസ്സിലാക്കാതെ എന്തെങ്കിലും പടച്ചു വിടുക, എന്തെങ്കിലും ഇതിപ്പോ സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. സിനിമയെ ഇറങ്ങണതിന് മുൻപ് അതെന്തെന്ന് പോലും മനസ്സിലാക്കാതെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇയാള് ജെയിംസ് കാമറൂൺ സിനിമയൊക്കെ നിർത്തണമെന്നാണ് പറയണത്. ഇപ്പോൾ അയാൾക്ക് വേറെ പണിയെടുക്കാന്നാണ് പറഞ്ഞത്. ജെയിംസ് കാമറൂണിനൊക്കെ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാം, വേറെ എന്തെങ്കിലും സിനിമയിൽ ചെയ്യാമെന്ന്. നിങ്ങൾ നോക്കണം, ഹൈന്ദവ മെത്തോളജി പ്രകാരം ഭാരതത്തിന്റെ സംസ്കാരം ഇപ്പൊ എവിടെയും നിൽക്കുകയാണ്. ഏഷ്യൻ സംസ്കാരത്തിന്റെ മൊത്തം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രം റിപ്പീറ്റ് ചെയ്ത് അത് ഏറ്റവും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൂടുതൽ അടിയുറപ്പിക്കുന്ന രീതിയിൽ ഇറക്കി വിടുന്ന സിനിമ അത് എന്തെന്ന് പോലും മനസ്സിലാക്കാതെ അടച്ചാക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രിയ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ഒന്നാം തരം ഏഷ്യൻ സംസ്കാര ഹൈന്ദവ ചിത്രമാണത്. ഹിന്ദു ചിത്രമല്ല, ഹൈന്ദവ ചിത്രം. ഹിന്ദു ഒരു മതമാണ്. ഹിന്ദു കുറെ ആൾക്കാരെ ഒരു വിഭാഗത്തിനെ മൊത്തം ചേർത്ത് വെച്ചിട്ട് വിളിച്ചിട്ടുള്ള ഒരു പേര് മാത്രമാണ് ഹിന്ദു. ഹൈന്ദവ മതമല്ല, ഹൈന്ദവ സംസ്കാരമാണ്. അത് പലരിൽ നിന്ന് പല വിഭിന്നമായിട്ട്. പക്ഷെ ഈ ഹൈന്ദവ മെത്തോളജിയിലാണ് ഈ സാധനം കിടക്കുന്നത്. ഇങ്ങനെ ആർജിച്ചെടുക്കണ ഇതെന്തെന്ന് പോലും മനസ്സിലാക്കാത്ത യൂട്യൂബ് ബ്ലോഗേഴ്സ്
ഈ അടച്ചാക്ഷേപിക്കുന്നതാണ് ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് കഥ പറഞ്ഞു തരേണ്ടി എനിക്ക് വന്നത്. ഈ കഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. നിങ്ങളെ ഹൈന്ദവ മെത്തോളജി പ്രകാരം മതം തന്നെ നോക്കിയേ, എല്ലാം പുനർസൃഷ്ടിയാണ്, പ്രത്യക്ഷപ്പെടലാണ്, പുനർസൃഷ്ടിയാണ്. അതിൽ തന്നെ എല്ലാം തന്നെ ഡിഫറൻ്റ് ആണ്. കുട്ടികൾ പോലും നിങ്ങൾ എക്സാമ്പിൾ ഇതിൽ കാണിക്കണ ഈ പാണ്ഡൂര ലോകത്ത് കാണിക്കണവരൊക്കെ ഡിഫറെന്റ് ഫേസും കാര്യങ്ങളുള്ളതാണ്. ഹിന്ദു മെത്തോളജിയിൽ നിങ്ങൾ എടുത്തു നോക്കൂ, ശിവന്റെ മക്കളിൽ ഒരാൾ ഡിഫറെന്റ് അല്ലേ? ശിവന്റെ മക്കളിൽ ഒരാള് നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുമോ? വിനായകൻ എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ മനുഷ്യരോട്ടോ ആരെങ്കിലോട്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ശ്രീകൃഷ്ണന്റെ എന്ത് രീതിയിലാണ് കൃഷ്ണനെ ചിത്രീകരിച്ചിരിക്കുന്നത്? ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും ചിത്രങ്ങളെ കുറിച്ച് കൂടെയാണ് ഞാൻ അതിനകത്ത് പറയണത്. നിങ്ങൾ നോക്കിയേ. ഇനി പാർവതി ദേവിയുടെ അവതാരം, എത്ര കയ്യും കാലുമായിട്ടാണ് അവര് പുനർസൃഷ്ടിക്കപ്പെടുന്നത്. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു, ഇതൊക്കെ ഒരു സാങ്കല്പികമാണ്. അതൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ അതിനകത്തൊന്നും ഞാൻ വലുതായിട്ടൊന്നും കാണില്ല. പക്ഷെ ഞാനിത് പറയുന്നത്, സിനിമ പറയുമ്പോ പുനർജന്മം പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഹൈന്ദവ മെത്തോളജിയിൽ ഹിന്ദു മതപ്രകാരം ജീവിക്കുന്ന ഇവിടുത്തെ പ്രേക്ഷകന് മനസ്സിലാവണില്ല. നമ്മളെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും പറയുന്ന കഥ ഹിന്ദു പ്രേക്ഷകർക്ക് മനസ്സിലാവണില്ല. അവൻ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഇറങ്ങി അങ്ങോട്ടൊരു ബൈക്ക് കൊടുത്തു വെച്ചുകൊണ്ട് അങ്ങ് തള്ളയാണ്. തല്ലിപ്പൊളിപ്പടം. ആ സിനിമയ്ക്കൊരിതില്ല. ജെയിംസ് കാമറൂണിനെ നിർത്തിക്കളയണം. ഞാൻ ഈ ബ്ലോഗ് ചെയ്ത എല്ലായിടത്തും പറയണം, നിങ്ങളുടെ അറിവില്ലായ്മയാണ് ഈ പറയണതെല്ലാം. പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കുകയാണ്. അന്യായ ഫിലിമാണിത്. ഞാൻ പാർട്ട് 1 എന്ന് പറഞ്ഞ ഒരു 10-50 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ടി വിയിൽ വരുമ്പോഴും അല്ലാതെയും തിയേറ്ററിൽ തന്നെ ഞാൻ 6-7 പ്രാവശ്യം കണ്ട മുമ്പ്. അതൊക്കെ അന്നൊക്കെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമ. പാർട്ട് 2 അതിനേക്കാളും ബെറ്റർ പടം. കാരണം ഇതെല്ലാം ഞാൻ ബെറ്റർ എന്ന് പറയണത് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നതിനോട് ചേർന്ന് പാർട്ട് 3 പാർട്ട് 1-നെക്കാളും ബെറ്റർ, പാർട്ട് 2-നെക്കാളും ബെറ്റർ, പാർട്ട് 2-നെക്കാളും ബെറ്ററാണ് പാർട്ട് 3. ഇത് എന്ത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് അവതാർ എന്നുള്ളതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് പാർട്ട് 1 തുടങ്ങി പാർട്ട് 2 മെല്ലെ കുറച്ച് പേരെ ചേർത്ത് പാർട്ട് 3 വന്നപ്പോൾ അത് ഏകദേശം 75% അവതാർ പുനർജന്മത്തിലോട്ട് അത് കാണിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ പുനർജന്മത്തിലോട്ട് അത് കൃത്യമായിട്ട് കാണിച്ച് അത് സിനിമയ്ക്ക് വേണ്ട ചേരുവകൾ ചേർന്ന് ഇമാജിനേഷൻ ലോകത്ത് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഫീലിങ്സോടെ കഥ പറയേണ്ടി വരും. അങ്ങനെ കഥ സ്ക്രീനിൽ നിർത്തി കാണിച്ചിട്ട് ആ കഥ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ബോറടിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ബോറടിക്കുന്നത്? നിങ്ങൾക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ബോറടിക്കുന്നത്. ഈ സിനിമ കൊള്ളൂല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പെയ്യാ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്ലോഗേഴ്സ് ഉണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അത് കഥ പറയുന്നത് എന്ത് കഥയാണെന്ന്, അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തോണ്ട് മാത്രമാണ് നിങ്ങൾ ഈ അടച്ചാക്ഷേപിക്കുന്നത്. ഇതാണ് ഈ പടത്തിന്റെ കഥ. പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതെല്ലാം ഹൈന്ദവ മെത്തോളജി പ്രകാരം നിൽക്കുകയാണ്. ഇനി ഞാൻ നല്ലപോലെ സിനിമയിലോട്ട് വരാം. ഈ സിനിമയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഈ പടത്തിൽ ഞങ്ങൾ 210 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് 3 പേര്, ഞാനും മകനും വൈഫോട്ടാണ് പടം കണ്ടായത്. പടത്തിന്റെ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ 210 രൂപ മുതലാവും. വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞ നിങ്ങൾ കഥ കൂടെ മനസ്സിലാക്കിയിട്ട് ഈ പടത്തിന്റെ വിഷ്വൽ ട്രീറ്റ് എടുത്ത എന്നാ പടം എന്നറിയാമോ? വെറും പൊളപ്പനല്ല, കിടുകാച്ചി പൊപ്പൊളമായി കിടില സിനിമയാണ് അവതാർ 3. നിങ്ങള് ജെയിംസ് കാമറൂൺ അല്ല സംവിധാനം നിർത്തേണ്ടത്. നിങ്ങൾ യൂട്യൂബ് ബ്ലോഗേഴ്സ് ബ്ലോഗ് ചെയ്യണ നിർത്തണമെന്നാണ് ഞാൻ പറയണത്. ഈ എന്തിനാ പറയണ്ടത്, മരക്കഴുതകളെ, അതായത് മരക്കഴുതകളെന്ന് തന്നെ നിങ്ങളെ പറയേണ്ടി വരും. മരക്കഴുതകളെ, അതായത് ഒരു സാധാരണ മരത്തിൽ ഒരു കഴുതയെ ഉണ്ടാക്കി വെച്ച, കഴുതയ്ക്ക് ക്വാളിറ്റി വേറെ ഉണ്ട്, കഴുത ബ്രില്യൻ്റ് ആണ്. വെറുതെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പുനർജന്മം ഒന്നുമില്ല. ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കണ അത്രയ്ക്ക് അൺനെസസറി മൈൻഡുള്ള, ഒരു ചിന്താശക്തി ഇല്ലാത്ത, വിദ്യാഭ്യാസം കൊണ്ടൊരു ഗുണവും ഇല്ലാത്ത മരക്കഴുതകളെ ഇത് പറയുള്ളൂ. അത്രയ്ക്ക് ബ്രില്യൻ സിനിമയാണ്. ജെയിംസ് കാമറൂൺ അല്ല സംവിധാനം നിർത്തേണ്ടത്, നീയൊക്കെയാണ് ബ്ലോഗ് ചെയ്യണത് നിർത്തേണ്ടത്. നിനക്കൊക്കെ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റാണ്. 3 മണിക്കൂറും 17 മിനിറ്റും പോണ അറിഞ്ഞുകൂടാ പടം. പക്ഷെ അത്
ഫീല് നമുക്കുണ്ടാവണമെങ്കിൽ, ഇമോഷണലി ഫീൽ ഉണ്ടാവണമെങ്കിൽ, ഇനി ഇമോഷണൽ ഫീലൊന്നും വേണ്ടെന്നേ ഞാൻ നിങ്ങളുടെ തോന്നുന്നു. നിങ്ങൾ 3 മണിക്കൂറും 17 മിനിറ്റും വെറുതെ തിയേറ്ററിൽ പോയിരുന്നിട്ട് വിഷ്വൽ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അതിനകത്ത് ആ പടത്തിന്റെ വിഷ്വല്, ഗ്രാഫിക്സ്, ക്യാമറ വർക്ക്, സ്ക്രീനിൽ വന്നിരിക്കുന്ന എഡിറ്റിങ്, കളറിങ്, ആർട്ട് ഡയറക്ഷൻ, പിന്നെ മേക്കപ്പ്, നെക്സ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനിങ്, ഇങ്ങനെ ഈ പടത്തിൽ തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് പാലക്കാടുള്ള ഒരു 10-30 പിള്ളേര് ഈ പടത്തിൽ ഗ്രാഫിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും മാത്രം മതി, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ വേറൊരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടു. നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട, ഒരു ഹൈന്ദവ മെത്തോളജി മനസ്സിലാക്കേണ്ട, ഒരു പിണ്ണാക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട. വൃത്തിയുള്ള തിയേറ്ററിൽ അത്യാവശ്യം നോളജോടെ നിങ്ങൾ ഇച്ചിരി ചെറിയ എന്തെങ്കിലും വിഷ്വൽ കാണാനെങ്കിലും പേരുന്നാൽ മതി. അയ്യോ 210 അല്ല 1500 രൂപ കൊടുത്ത് ഈ പടം കണ്ടാൽ പോലും ഒരു വിഷ്വൽ ട്രീറ്റാണ് പടം. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു സിനിമയെ നിങ്ങൾ മോശമെന്ന് പറയുന്നതിനാണ് ഞാൻ എതിർക്കുന്നത്. അതും ജെയിംസ് കാമറൂണിന്റെ എന്ത് പറയണത് ഡ്രീം ഫിലിം. ആ ഡ്രീമിൽ പാർട്ട് 1 എന്ന്, പാർട്ട് 2 എന്ന്, പാർട്ട് 3 എന്ന് 3 സിനിമ അയാൾ ഹോളിവുഡിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വിട്ടതെന്ന്. ഞാനിപ്പോൾ ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ്, മലയാളിയാണ്, കേരളത്തിൽ തിരുവനന്തപുരം ജില്ലക്കാരനാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര താലൂക്കിലുള്ളതാണ്, നെയ്യാറ്റിൻകര താലൂക്കിൽ തന്നെ പാറശാല പഞ്ചായത്തിലുള്ളതാണ്, കുടുംബം കൊല്ലയിൽ പഞ്ചായത്തിലുള്ളതാണ്. ഇത് ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇന്ത്യയിലെ ഭാരതത്തിനകത്ത് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഇത്രയും വൃത്തിക്കൊരു സിനിമ എടുക്കാൻ രാജമൗലിക്ക് പോലും പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. രാജമൗലി ഏത് സിനിമ എടുത്താലും അതിന്റെ എൻഡ് കൊണ്ടൊന്ന് മതത്തെ അടിച്ചു വയ്ക്കും. യഥാർത്ഥ പുനർജന്മം രാജമൗലിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. വാരണാസിയിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. രാജമൗലി ഒരു ഹെവി നടനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളൊരു ഡയറക്ടറാണ് രാജമൗലി. ഞാൻ അത് തുടക്കമേ പറഞ്ഞു. അദ്ദേഹത്തിന് പോലും ഇത്ര റിയൽ ആയിട്ട് ഹൈന്ദവ മെത്തോളജി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ഹിന്ദു മതമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹൈന്ദവ മെത്തോളജി എന്താണെന്നതിന്റെ അതിന്റെ ബേസിക് ടു നെക്സ്റ്റ് കൺസെപ്റ്റ് എന്താണ്, പുനർസൃഷ്ടി എന്താണ്, RBR റീബർത്ത് റിട്ടേൺ എന്ന് കൃത്യമായിട്ടും ഇത്രയും ഹോളിവുഡിൽ ഒരു സായിപ്പ് നമ്മളെ പഠിപ്പിക്കേണ്ടി വരുന്നു. അത് നമ്മൾ കണ്ടിട്ട് സായിപ്പിനടുത്ത് ഡയറക്ഷൻ നിർത്താൻ പറയുന്നു. ഇത്രയും വിഡ്ഢി കഴുതകളല്ലേ നമ്മള്. ഇതാണ് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയണത്. ഇനി ഞാൻ സിനിമയിലോട്ട് വരാം. എൻ്റെ അന്യായ ഫിലിമാണ്. പ്രിയ എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഹൈന്ദവപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ, ഹിന്ദുപരമായിട്ടുള്ളതല്ല, മതപരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ അതിനകത്ത് കോട്ട് ചെയ്യണില്ല, അത് വേറെ കാര്യം. ഹൈന്ദവ മെത്തോളജിയിൽ നിങ്ങൾക്ക് പുനർജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇനി പ്രകൃതിയിൽ തന്നെ സൃഷ്ടിയുടെ റീബർത്ത് RBR നടക്കുമെങ്കിൽ, റീബർത്ത് റിട്ടേൺ തന്നെയാണ് പ്രകൃതിയിലെല്ലാം നടക്കുന്നത്. ഒന്നൊന്നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ സയൻസ് കൃത്യമായിട്ടത് കറക്റ്റ് ചെയ്യണം. ഈ ആത്മാവ് അതിൻ്റെയൊക്കെ പറയുന്ന കാര്യം ഇനി എക്കാലത്തെങ്കിലും കണ്ടുപിടിച്ച് വന്നാലേ ഉള്ളൂ. അതിനൊന്നും പ്രൂഫില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ മസ്റ്റ് വാച്ച്. വെറും വാച്ചല്ല, ഈ ഒരു സിനിമയെ നിങ്ങൾ കണ്ടില്ലെങ്കിലും, നിങ്ങൾ മറ്റൊരു പടവും കണ്ടില്ലെങ്കിലും, നിങ്ങളെ കുട്ടികളെ കൊണ്ട് ഒരു ഏജ് ലിമിറ്റേഷനും ഈ പടത്തിനില്ല. ആ കുട്ടികൾക്ക് ഒന്നുമില്ലെങ്കിലും ഫാന്റസി ലോകത്ത് കണ്ടുകൊണ്ടിരിക്കും പോലെ ഇരിക്കും. ഇത്തിരിയെങ്കിലും ബോധമുള്ള കുട്ടികളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ന്യൂ ടെക്നോളജിയിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് വീഡിയോ ഗെയിം കാണും പോലെ സിനിമ കാണുന്ന പിള്ളേരുടെ കാര്യമല്ല ഞാൻ പറയണത്. കുട്ടികൾ, പേരൻസ്, ഇത്തിരി എങ്കിലും തലയ്ക്കകത്ത് വിദ്യാഭ്യാസം ഉണ്ട്, ഭയങ്കര വിദ്യാഭ്യാസമുണ്ടെന്ന് സ്വയം അഹങ്കരിച്ച് കിടക്കുന്ന അധ്യാപകർ, ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരും, ഭാരത സംസ്കാരത്തിലുള്ള എല്ലാവരും, ഭാരതത്തിലോ ഏഷ്യയിൽ ജീവിക്കുന്ന എല്ലാവരും പറ്റുമെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു, കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈന്ദവം എന്തെന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റാ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു തരാൻ ഒരു സായിപ്പ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ എവിടെയാണ് അത് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും ഹൈന്ദവം പഠിപ്പിക്കൂ? ഈ പുനഃസൃഷ്ടി പഠിപ്പിക്കൂ? പുനഃസൃഷ്ടി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? രൂപം മാറി വന്ന് വെട്ടുക, കുത്തുക, കൊല്ലുക, പിന്നെ ചുമ്മാ
എന്തെങ്കിലുമൊക്കെ കാണിക്കുക. സ്ക്രീനിൽ സിനിമ കാണിക്കുമ്പോൾ പോലും ചുമ്മാ ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ പടച്ചു വയ്ക്കുക. അതായത് ഒരു ലോജിക്കും ഇല്ലാത്ത, പ്രകൃതിയായിട്ട് ഒരു കൺസെപ്റ്റും ഇല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. ഇത് എല്ലാം പ്രകൃതിയിലാണ് നിൽക്കുന്നത്. പ്രകൃതിയിലെ യഥാർത്ഥ ഹൈന്ദവം എന്താണെന്ന്, കൃത്യമായിട്ട് പുനർസൃഷ്ടി എന്താണെന്ന് ഇത്രയും നല്ല രീതിയിൽ മെല്ലെ മെല്ലെ പ്രൊജക്റ്റ് ചെയ്ത, സയന്റിഫിക്കലി പ്രൊജക്റ്റ് ചെയ്യണുണ്ട് ഈ സിനിമയിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സയന്റിഫിക്കലി റിസർച്ച് ചെയ്ത് കൃത്യമായിട്ടും അതിന് മിഷനറി വച്ച്, മിഷനറി കൂടെ എങ്ങനെ ഒരാളിൻ്റെ കൺട്രോൾ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ നടത്താം, അതിന് ആധുനിക ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ എല്ലാത്തിനെയും പ്രൂഫ് ചെയ്യണം. ഇമാജിനേഷൻ പ്രൂഫിംഗ് ആണ്, എന്നാൽ അതിൽ 80-90% കൃത്യവുമാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇങ്ങനെ എന്താണ് കൃത്യമായിട്ട് ഹൈന്ദവത്തിൽ പറയുന്ന പുനർജന്മം എന്ന് പറഞ്ഞാൽ അവതാർ നെക്സ്റ്റിലോട്ട് പ്രസന്റ് ചെയ്യണ രീതി, പ്രൂഫ് ചെയ്ത് പോണ രീതിയിൽ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ചിത്രമാണത്. ഇതിൽ യാതൊരുവിധ ഫാൾട്ടും ഇല്ലാത്ത ഹെവി വിഷ്വലൈസേഷനിൽ ഉള്ള സിനിമ യഥാർത്ഥ ഹൈന്ദവം എന്തെന്ന് കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കാൻ നല്ല സായിപ്പാണ് നമ്മുടെ അടുത്ത് വേണ്ടി വന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇത് പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ പല കാര്യങ്ങളും കൃത്യമായിട്ടും പുസ്തകങ്ങളും എല്ലാം വാങ്ങി പഠിച്ച് അത് സയൻറ്റിഫിക്കലുമായിട്ട് ചെയ്ത് കൃത്യമായിട്ടും അതിനൊരു പ്രസന്റ് കണ്ടീഷനിൽ ട്രൂ ചെയ്യുന്ന രീതിയിൽ പുള്ളി കൊണ്ടുപോയി നമ്മളെ മുമ്പ് ഇറക്കി സിനിമ വച്ച് തന്നിട്ട് നമ്മളെ കൃത്യമായ അടിസ്ഥാനം പറഞ്ഞു തന്നപ്പോൾ നമ്മൾ തിരിച്ച് കുറ്റം പറയണു. എന്തെന്ന് പോലും മനസ്സിലാക്കിയിട്ടെന്ന്. അത് എന്ത് മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന മതമാണ്. മതം പഠിപ്പിച്ച് തലയ്ക്ക് കയറിയിരിക്കുന്ന ഒരുത്തരും മനസ്സിലാവില്ല. പിന്നെ വിദ്യാഭ്യാസം നമുക്ക് തന്നിരിക്കുന്നത് ജോലിക്കാണ്. ജോലിക്ക് വേണ്ടി പഠിക്കുന്നവന് ഒരിക്കലും എങ്ങനെ പുനഃസൃഷ്ടി മനസ്സിലാവും? ഒരു ആറ്റത്തിന്റെ ചേഞ്ച് പോലും മനസ്സിലാവൂലല്ലോ. നമ്മുടെ ബോഡിയിൽ തന്നെ DNA ഒരിക്കലും മറ്റൊരു DNA ആയിട്ടിരിക്കൂലല്ലോ. നമ്മുടെ പൂർവികരുടെ മുതൽ ഇതുവരെയുള്ള എല്ലാം എടുത്തു നോക്കിയാലും ഒന്നിൽ നിന്ന് ഒന്ന് ചേരുമ്പോഴത്തേക്കും ഡിഫറെന്റ് DNA ആണ് പോണത്. ഡിഫറെന്റ് ആണ് പോണത്, ആറ്റങ്ങളല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് വരണത്. ഒന്നൊന്നിനോട് ചേരാതിരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരുടെയും DNA ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മൊത്തം DNA അല്ലേ എൻ്റെ കുട്ടിക്ക് വരേണ്ടത്. എൻ്റെ കുട്ടിയുടെ DNA നമ്മളെ കണ്ടിന്യൂസ് എല്ലാവർക്കും ഒരേ DNA ആയിരിക്കണ്ടേ. ഇവിടെ ഏതെങ്കിലും DNA ഒന്നിനൊന്ന് ചേർന്ന് വരണുണ്ടോ? ഒന്നൊന്നിനോട് ചേരുമ്പോൾ മറ്റൊന്നായിട്ട് മാറുകയാണ്. RBR, റീബർത്ത് റിട്ടേൺ. അതാണ് ഒന്നൊന്നിലോട്ട് ചേർന്നിട്ട് മറ്റൊന്നായിട്ട് മാറിപ്പോവും. അതാണ് RBR, അവതാർ. അങ്ങനെ കൃത്യമായിട്ടും മനസ്സിലാക്കാത്ത, എഡ്യൂക്കേഷൻ കൊണ്ടൊരു ഗുണവും ഇല്ലാത്ത, ഇപ്പോഴും മതത്തിൽ എന്തോ പറഞ്ഞും മന്ത്രങ്ങൾ പറഞ്ഞും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിന് എന്തെങ്കിലും അർപ്പിച്ച് കൈക്കൂലി വാങ്ങിച്ച്, ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് സമ്പത്തുണ്ടാക്കി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് എന്ത് മനസ്സിലാവാനാണ്? അതല്ല അവതാർ. ഞാൻ പ്രേക്ഷകർക്ക് വീണ്ടും പറയണതാണ്, അതല്ല അവതാർ. വ്യക്തമായിട്ട് മനസ്സിലാക്കും നിങ്ങൾ. എന്നിട്ട് ഞാനിതൊക്കെ പറയുന്ന പറഞ്ഞാൽ ഇത് നമ്മുടെ ഹൈന്ദവ പുനർജന്മത്തെ കുറിച്ച് ഇതിനകത്ത് നന്നായിട്ട് ഞാൻ ഇതിൽ കൂടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സിനിമയായിട്ടില്ല, നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഡീസൻറ്റും മനസ്സിലാക്കാനും പഠിക്കാനുള്ള പടമാണ്. ഇനി ഈ സിനിമയൊക്കെ ഭാരതത്തിലെ മിനിമം ഇന്ത്യയിലെങ്കിൽ അത്രേ പറയണുള്ളൂ, ഭാരതത്തിൽ എല്ലാ സ്കൂളിലും ഇതിൻ്റെ മേക്കിംഗ് പഠിപ്പിക്കണം, പുനർസൃഷ്ടി പഠിക്കണം. പുനർസൃഷ്ടി പഠിക്കുമ്പോഴത്തേക്ക് സയൻസ് പഠിക്കും. സയൻസ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു പ്രൊഡക്ടിവിറ്റി ആവും, നമ്മളൊരു മേക്ക് ചെയ്യാൻ പഠിക്കും. പലതിൻ്റെ കീഴിൽ ഓലിക്കിരിക്കുകയല്ല ചെയ്യേണ്ടത്. പുതിയത് ഉണ്ടാക്കാൻ പഠിക്കും. പുതിയത് ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? ചിന്തിക്കണം, പുനർസൃഷ്ടി പഠിക്കണം, ഒരാറ്റം എങ്ങനെ വിഘടിക്കണം എന്ന് പഠിക്കണം, ഒന്നിനോട് ചേരുമ്പോൾ അടുത്തെങ്ങനെ മറ്റൊരു DNA ആവണമെന്ന് പഠിക്കണം, എങ്ങനെ ലാബുകളിൽ റിസർച്ച് നടക്കണമെന്ന് പഠിക്കണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാം പോണത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ പഠിക്കും, മേക്ക് ചെയ്യാൻ പഠിക്കും. ഈ സിനിമ എല്ലാ അവതാർ 1, 2, 3 ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കണം, എല്ലാ കോളേജുകളിലും പഠിപ്പിക്കണം. എല്ലായിടത്തും ഇതിൻ്റെ ഒരു എന്ത് പറയണത് കൃത്യമായ രീതിയിൽ എല്ലാ മെഡിക്കൽ സയൻസ് ലാബുകളിലും എല്ലായിടത്തും എന്താണ് റീബർത്ത്, എന്താണ് ഓരോന്നിൻ്റെയും
റിട്ടേൺ ലെവല്. ഇനി ആത്മാവിനെ ഇതുവരെ കണ്ടെത്താത്ത സാധനം ഇനി പിടിക്കാൻ പറ്റുമെങ്കിൽ അത് പിടിക്കും, ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് വരെ പിടിച്ചെടുക്കാൻ നോക്കൂ. അവിടെ സയൻസ് എപ്പോഴും പുതുമയെ ഒന്ന് കണ്ടെത്തുമ്പോൾ അടുത്തത് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതിന് അടിസ്ഥാനമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇതിൽ അടിസ്ഥാനമുണ്ട് പലയിടത്തും. ഇതിൽ പറയുന്ന 80-90% കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും. ഇത് ഇങ്ങനെ ആക്കിയെടുക്കണമെന്നാണ് ഞാൻ ഭാരതത്തിലുള്ള എല്ലാവരിടത്തും പറയണത്. അങ്ങനെ കുട്ടികൾ ഇത് പഠിക്കട്ടെ. കുട്ടികൾ പഠിച്ചിട്ട് കുട്ടികൾ അങ്ങനെ മേക്ക് ചെയ്യണവരാവട്ടെ, പുതിയൊരു സാധനം ഉണ്ടാക്കണവരാവട്ടെ. അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് പ്രിയ പ്രേക്ഷകരെ. ഇനി ഞാൻ പറയണേ, അങ്ങനെയുള്ള അവതാർ സിനിമ, ഈ പടം മോശമെന്ന് പറഞ്ഞ എല്ലാവരെയും ഞാൻ നഖശികാന്തം എതിർത്തുകൊണ്ട് പ്രിയ പ്രേക്ഷകരെടുത്ത് പറയണം, നല്ല എക്സലന്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വല് എക്സലന്റ് ഗ്രാഫിക്സ്, എക്സലന്റ് സ്ക്രിപ്റ്റ്, പിന്നെ നല്ല ബന്ധങ്ങളുടെ ആഴം. അല്ലാതെ അവിടെ കുറേ നേരം ഇങ്ങനെ ഡയലോഗ് പ്രസന്റിൽ ലെങ്തി ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടല്ലേ അത് മനസ്സിലാവാത്തത്. അങ്ങനെ അതിനെ മാക്സിമം ആഴത്തിലോട്ട് പോവുകയും പിന്നെ അതിൻ്റെ എല്ലാ മേഖലകളിലും 100% നീതി പുലർത്തുന്ന ചിത്രമാണ്. ഈ പടത്തിനൊക്കെ ഒരു എത്ര സ്റ്റാർ കൊടുക്കണമെന്ന് വെച്ചാൽ സ്റ്റാറിൽ നിന്ന് നിൽക്കുന്ന സിനിമയല്ലേ അവതാർ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം. ഇപ്പോൾ 10 സ്റ്റാറാണ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് കാമറൂണിന് 10ൽ 100 സ്റ്റാർ കൊടുക്കേണ്ടി വരും. ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്ത പിള്ളേർക്കൊക്കെ 10ൽ എത്ര സ്റ്റാർ കൊടുക്കണമെന്ന് വെച്ചാൽ 10ൽ 100 കൊടുക്കേണ്ടി വരും. വിഷ്വൽ എഫക്റ്റിന് 10ൽ 100 കൊടുക്കേണ്ടി വരും. 10ൽ 100 സ്റ്റാർ കൊടുക്കേണ്ടി വരും. എഡിറ്റിങ്ങിന് 10ൽ 100 കൊടുക്കേണ്ടി വരും. മ്യൂസിക് 10ൽ 100 കൊടുക്കേണ്ടി വരും. എന്തിനാണെങ്കിലും 10ൽ 100 കൊടുക്കാതിരിക്കാൻ പറ്റണത്? 10ൽ 100 സ്റ്റാർ എല്ലാത്തിനും കൊടുക്കേണ്ടി വരും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭാരതത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ എന്നെ പോലുള്ളവർക്ക് ഞാൻ എല്ലായിടത്തും പറയാം, എനിക്കൊരു മതത്തിലും ഒരു വിശ്വാസവും ഇല്ല, ഒരു മതത്തിനോടും എനിക്ക് താല്പര്യവും ഇല്ല, ഞാൻ ഒരു മതവും ഫോളോപ്പ് ചെയ്യണമില്ല. പക്ഷെ എനിക്ക് പ്രകൃതിയാണ് ഞാൻ ഈശ്വരനായിട്ട് കാണുന്നത്. അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. ഞാൻ മരിച്ചിട്ട് സ്വർഗത്തിൽ പോയിരിക്കുന്ന ആളല്ല, നരകത്തിൽ പോകാനും ഇരിക്കുന്ന ആളല്ല. രണ്ടിടത്തും എനിക്ക് താല്പര്യവുമില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലും താല്പര്യമില്ലാത്ത ആളാണ്. അത് ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പറയണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറ്റൊരാളായിട്ടൊക്കെ ചിലപ്പോൾ ചിത്രീകരിച്ച് കളയും. ഇങ്ങനെ എല്ലാ മേഖലയിലും നീതി പുലർത്തിയിരിക്കുന്ന ചിത്രമാണ്. ഇതെല്ലാം ഭാരത സംസ്കാരം അല്ലെങ്കിൽ ഏഷ്യ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിർത്തിയിട്ട് ഈ സംസ്കാരത്തിനെ എടുത്തുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ നിലയിൽ കൊണ്ടുവന്നിരിക്കുന്ന ചിത്രത്തിന് 10ൽ 100 സ്റ്റാർ ഒന്നുമില്ല, 10ൽ 10 ലക്ഷം സ്റ്റാർ കൊടുക്കേണ്ടി വരും. 10ൽ 10 ലക്ഷം സ്റ്റാർ കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന സിനിമയാണ് പ്രിയ പ്രേക്ഷകരെ. ഒരു നെഗറ്റീവ് കമന്റ്സും കേൾക്കരുത്, ഒന്നും നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കരുത്. മസ്റ്റ് എല്ലാവരും തിയേറ്റർ വാച്ച്. ഞാനാണ് പറയണത്, നിങ്ങൾ ഭാരത സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏഷ്യ സംസ്കാരത്തെക്കുറിച്ച്, ഏഷ്യയുടെ ഹൈന്ദവ മെത്തോളജി പ്രകാരമുള്ള പുനർജന്മത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെല്ലിട നോളജ് ഉണ്ടെങ്കിൽ, വിഗ്രഹങ്ങളെ മറ്റൊക്കെ ആരാധിക്കണമെന്നല്ല നോളജ്, അതൊരു മതം മാത്രമാണ്. അതിൽ നിങ്ങൾ കൈക്കൂലി എടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണ് ചെയ്യണത്. ഇതിൽ ഒന്നുമില്ല പുനർസൃഷ്ടിക്ക്. എന്തെങ്കിലും നിങ്ങൾക്ക് നെല്ലിട നോളജ് നിങ്ങളുടെ അടുത്ത തലമുറക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, യു മസ്റ്റ് ഗോ ടു വാച്ച് ദ തിയേറ്റർ, എ ക്ലാസ് തിയേറ്റർ ഓൺലി. അത്രയ്ക്ക് ഹെവി ഫിലിമാണത്. ഇതൊരു ഹെവി ഫിലിമാണ്. പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ പാർട്ട് 3 ആണോ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് ഈ റൂട്ട് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് പാർട്ട് 1 കണ്ടപ്പോൾ അത് വലിയ സിനിമയായിട്ട് തോന്നി. പാർട്ട് 2 കണ്ടപ്പോൾ എനിക്ക് പാർട്ട് 1-നെക്കാളും 2 സൂപ്പറാണെന്ന് തോന്നി. പാർട്ട് 1ഉം കഴിഞ്ഞ് 2ഉം കഴിഞ്ഞപ്പോൾ പാർട്ട് 3 വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാർട്ട് 3 ആണ്. കാരണം അത് എന്താണെന്ന് ചോദിച്ചാൽ, അവതാർ എന്താണോ അത് കൃത്യമായിട്ട് പോണ്. പിന്നെ അതിനൊഴുക്കി വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്. പിന്നെ ഈ പടത്തിൽ എന്തിനാണ് മനുഷ്യൻ അങ്ങോട്ട് പോയിരിക്കണമെന്നൊന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. പണ്ടോറയിൽ പോയിരിക്കുന്നത് മനുഷ്യൻ പൊതുവെ എവിടെ സമ്പത്തുണ്ടെങ്കിലും കൊള്ളയടിച്ച് കൂട്ടി വെച്ചിട്ട് ചത്തുപോകാൻ താല്പര്യമുള്ളവരാണ്. നമ്മൾ എവിടെ നോക്കിയാലും മതി. അതായത് ഈ പണ്ടോറയിലെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ലോകമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള രത്നങ്ങളെന്ന് പറയാം, ലോകം തന്നെ എന്ന് പറയാം. ഒരു കിലോയ്ക്ക് ഇന്ത്യൻ മണിയിൽ ഒരു 1400-1500 കോടി വരും ഒരു കിലോയ്ക്ക്. അപ്പോൾ അത് പല നമ്മൾ ഇതുവരെ സയൻസ് കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല ലോഹങ്ങളായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനെ
മൾട്ടി ലെവലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ലോഹം കൊണ്ട് പിന്നെ പറയുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനാണെങ്കിൽ ഒരു ചാർജർ ഡെയിലി മൊബൈൽ ചാർജ് ചെയ്യണതിന് വരും ആ ലോഹം എടുത്ത് എക്സാമ്പിൾ പറയണം, അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈൽ ഒരു 50 വർഷത്തിൽ ഒരു ദിവസം ചാർജ് ചെയ്താൽ മതിയാവും. ഞാൻ അതിന്റെ എക്സാമ്പിൾ 50. നിങ്ങളെ ഒരു കാറ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ആ കാറിൽ ബാറ്ററി നിങ്ങളിപ്പോൾ എത്ര 500 കിലോമീറ്റർ ഓടി ചാർജ് ചെയ്യുമ്പോൾ അവിടുത്തെ അതിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ലോഹം എടുത്ത് വെച്ചിട്ട് കാച്ച് ഒരു കാറിന്റെ ബാറ്ററി മേക്കപ്പ് ചെയ്താൽ അത് ചിലപ്പോൾ 50 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് റീചാർജ് ചെയ്താൽ മതിയാവും. അപ്പം മെയിൻ്റെനൻസ് ഇല്ല, അപ്പോൾ അതിന് വിലയും കൂടും. എക്സാമ്പിൾ പറഞ്ഞാണ് അത്. അപ്പോൾ ഈ ഒരു വാല്യൂ ഓഫ് മണിയുള്ള സ്ഥലത്ത് തന്നെ പോയിട്ട് അന്യഗ്രഹത്തിൽ പോയിട്ട് അത് ഡ്രില്ല് ചെയ്ത് എടുത്തു കൊണ്ടുവരാൻ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾ, അത് മനസ്സിലാക്കണം. കോർപ്പറേറ്റ് കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ ഇവിടെ നിന്ന് ആളങ്ങോട്ട് ഇവിടെയാണ്, സൈന്യമായിട്ടും സയന്റിസ്റ്റുകളായിട്ടും എല്ലാം ഇവരവിടെ പോയിട്ട് ഒരു ഫോം ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ദൈവികതയോടെ മീൻസ് അവർ പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കുന്നവരാണ്, അവർ ദൈവികതയെല്ലാം പ്രകൃതിയാണ്. അവര് അതിനെ എതിർക്കുന്നത് കൊണ്ട് അവരവിടെ നിന്ന് വൈറ്റ് വാഷ് ചെയ്ത് വാർണിഷ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ സാധനം എടുക്കാൻ പോകണം. അപ്പൊ അവരിൽ ഒരാളായിട്ട് ഇവരിലുള്ള ആളിനെ, നമ്മളിലുള്ള ആളിനെ സൃഷ്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് വിടുകയാണ്. അതിൽ ഇത് മരിച്ചു പോണവരിൽ ചിലര് ആത്മാവിനെ എടുത്തിട്ട് റീബർത്ത് ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയുടെ സെല്ല് എടുത്തിട്ട് അതിനെ എടുത്തിട്ട് അതിനകത്ത് അയാളുടെ ക്യാരക്ടർ ആത്മാവിന്റെ റീബർത്തും കൊടുത്തിട്ട് വില്ലനെയും വിടെയാണ്. ഇത്തരം ഒരു കളിയാണ്. അതാണ് എല്ലാം അവതാറാണ്, എല്ലാം റീസൈക്ലിംഗ് ആണ്. അവിടെ സയൻസ് ഉണ്ട്, ഫുള്ള് സയൻസിൽ കളിക്കുകയാണ് ഇപ്പോൾ. ഇതൊരു സാങ്കല്പത്തിൽ കളിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സയന്റിഫിക്കലി ഉണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് അങ്ങനെ എടുത്തെടുത്തു പോകും. അതായത് അത് നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. ആ നിലയ്ക്ക് അത്രയ്ക്കും അതിന് വാല്യൂ ഉള്ളതാണത്, നമുക്ക് അത്ര യൂസേജ് ആണ്. അത് കോർപ്പറേറ്റ് കമ്പനികൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അവരും ഇവരും നമ്മൾ മനുഷ്യരിലെ ചേഞ്ചായി പോയിരിക്കുന്നവരും തമ്മിലുള്ള വാറാണ്. ആ വാറ് തീരൂ. ഇനി മനുഷ്യനെ ജയിക്കോടെ, അത് വേറെ കാര്യം. സിനിമയിലെ ആള് ജയിച്ചാലും മനുഷ്യനെ ജയിക്കും. മനുഷ്യനത്ര കുശാഗ്ര ബുദ്ധിയാണ്, എക്യുപ്മെന്റ്സ് ലെവലില്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിത്രം, അങ്ങനെയാണ് ഇതിന്റെ കഥാ ലൈനപ്പ് പോണെന്ന് പറഞ്ഞാൽ അതാണ് ഫിലിം, അതാണ് അവതാർ. അങ്ങനെയുള്ളൊരു സിനിമയാണ് പ്രിയ പ്രേക്ഷകർ. ഇത് ഞാനത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളൊരു കഥയല്ല ഇതാണ് അതിനകത്തുള്ള ഒരു മിനിമം പശ്ചാത്തലം. ഇങ്ങനെ പോകുന്ന ഈ അൺബിലീവബിൾ ഫിലിമിന്റെ ഡയറക്ടർ അടുത്തൊക്കെ ഇവിടെ നമ്മൾ ഒരു യൂട്യൂബില് ഒരാളൊക്കെ ഇരുന്നങ്ങ് പറയണം അവൻ സംവിധാനം നിർത്തണായിരിക്കും നല്ലതെന്ന്, ഡയറക്ഷൻ നിർത്തണായിരിക്കും നല്ലതെന്ന്. എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് നിർത്തുന്നതിന് പ്രിയ പ്രേക്ഷകരെ ഞാൻ നിർത്തുന്നതിന് പറയണത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുട്ടുസൂചി മേക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മുട്ടുസൂചി അല്ല വേണ്ട. നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റും നിൽക്കുന്ന പച്ചിലകൾക്ക് എന്ത് കണ്ടന്റ് ഉണ്ടെന്ന് നിനക്കൊക്കെ അറിയാമോ? അല്ലെങ്കിൽ നിന്റെ ഇരിക്കുന്ന മൊബൈലിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് അകത്ത് ഉപയോഗിച്ചിരിക്കണം അറിയാടാ? നീ എന്തെങ്കിലും നീ ഉപയോഗിക്കുന്ന ഷർട്ടിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാടാ? അതിനെങ്ങനെ മേക്ക് ചെയ്യണമെന്ന് നിനക്കൊക്കെ അറിയാടാ? വെറുതെ വായിൽ തോന്നുന്ന നിന്റെയൊക്കെ വിവരമില്ലായ്മ വിളിച്ചോതി നമ്മുടെ കൺസെപ്റ്റിൽ എടുത്ത് ഹോളിവുഡ് എടുത്ത് വിട്ടിരിക്കുന്ന ചിത്രത്തെ പോലും ഇത്ര അടച്ചാക്ഷേപിക്കുന്നവരടുത്തൊക്കെ എനിക്കൊന്നും പറയാനില്ല. അവനൊക്കെ അത്ര വിഡ്ഢികളും ഫോഷ്കുകളും വിവരമില്ലാത്തതും ഹൈന്ദവ മെത്തോളജി പോലും എന്തെന്ന് പറഞ്ഞുകൂടാത്ത മണ്ടന്മാരായ ഇന്ത്യക്കാരാണ്, മണ്ടന്മാരായ മലയാളികളാണ്, ഫോഷ്കുകളാണ് ഇവരൊക്കെ നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഒരു ഗുണവും ഇല്ലാത്ത, രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്ത വെറും മണ്ട ശിരോമണികളാണ് ഈ പറയുന്നത്. ഈ ചിത്രത്തെ അധിക്ഷേപിച്ച് എല്ലാവരെയും ഞാൻ പറയുന്നത്, കാരണം അത് ഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഏഷ്യ സംസ്കാരത്തിൽ നിൽക്കുന്ന ഈ ചിത്രത്തെ അധിക്ഷേപിച്ച ഈ ഇവരെല്ലാവരും തന്നെ ശുദ്ധ മണ്ടന്മാര് ഫോഷ്കുകളുമാണ്. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാനൊന്നും വീണ്ടും ഓർമ്മിക്കണം, നിങ്ങൾക്കൊരു എവിടെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി ഫണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ സിനിമ കാണുന്നവരല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണം, അവതാർ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇത് നമ്മുടെ സിനിമയാണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. അതിലുപരി നിങ്ങളുടെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും. ഇത്തിരിയെങ്കിലും ബോധമുള്ള, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനല്ല ചിന്തിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ, മാർക്ക് വാങ്ങാനല്ല 100ൽ 99, 100ൽ 80, 100ൽ 85 മാർക്കിന് വേണ്ടി പഠിക്കണമല്ല, ചിന്തിച്ച് പഠിക്കുന്നവനുണ്ടെങ്കിൽ, ചിന്തിച്ച് പഠിക്കുന്നവളുണ്ടെങ്കിൽ, അവർക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അതിൽ എത്ര മാർക്കെന്നുള്ളതല്ല ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ
മാർക്കൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ ഐക്യൂടെ സേവിങ്സ് കപ്പാസിറ്റി ബേസ് ചെയ്ത് മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും കുട്ടികളുടെ നമുക്ക് അളക്കാൻ പറ്റൂല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയ പ്രേക്ഷകരെ, മസ്റ്റ് വാച്ച്. യു മസ്റ്റ് ഗോ ടു ദി തിയേറ്റർ, ഓൺലി എ ക്ലാസ് തിയേറ്റർ. 2D പ്രൊജക്ഷനിലായാലും 3D പ്രൊജക്ഷനിലായാലും 2Dയിൽ 3D കണ്ടാലും എ ക്ലാസ് തിയേറ്ററിൽ മാത്രം പോയി സിനിമ കാണുക. അതും ഫുൾ സ്ക്രീനിൽ, വൈഡ് സ്ക്രീനിൽ സിനിമ കാണുക. ആ പൈസ ഇന്ന് നിങ്ങൾ 200-300 രൂപ കളഞ്ഞാലും അത് കുട്ടികളെ, നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് വർത്തായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അവർക്ക് നോളജ് കിട്ടും, അവർ ചിന്തിക്കുക. അവരെ ഒരിക്കലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് പോകില്ല, മതപരമായി തമ്മിത്തല്ലൂല. മതങ്ങൾ തമ്മിത്തല്ലിയാണ് യുദ്ധങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാവുന്നത്. ജനത്തിന് കഴിക്കേണ്ട, ജനത്തിന് നിങ്ങളുടെ വീട്ടിൽ ചെലവാക്കേണ്ട പണമെല്ലാം നമ്മൾ യുദ്ധത്തിൽ കൊണ്ട് പൊടിച്ചു കളയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിന്തിച്ച് ജീവിക്കും. അവർ ചിന്തിക്കാൻ പഠിക്കും. അവർക്ക് കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. നിവൃത്തികേടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാവാത്തവരടുത്ത് മാത്രമാണ് യുദ്ധത്തിന് പോകുന്നത്. ഇപ്പം അതൊക്കെ പോയി. നമ്മൾ പൈസ തന്നെ കംപ്ലീറ്റ് യുദ്ധം പൊട്ടിക്കുകയാണ് മണ്ടന്മാർ. എന്നിട്ട് ഇത്രയും ആ മണ്ടത്തരങ്ങളെങ്കിലും മാറിക്കിട്ടും മിനിമം. അത് ചിന്തിക്കുന്നവർക്കേ പറ്റൂ, ചിന്തിക്കുന്നവർക്കേ ഉണ്ടോ. അല്ലെങ്കിൽ അവർ മതത്തിൽ കിടന്ന് കളിക്കും. മതത്തിൽ കിടന്ന് കളിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, അത് തീവ്രവാദമായിട്ട് മാറും. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അതൊരു വിശ്വാസമായിട്ട് എങ്ങനെ വരും? അതിന് നോളജ് ഇല്ല. ആ നോളജ് തന്നെ മാറിപ്പോകുന്നതാണ് ഞാൻ പറയുന്നത്. മതത്തിന് ഇവിടെ നിലനിൽപ്പൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല. മനുഷ്യന് അതിനുള്ള വിവേകവും ബുദ്ധിയൊന്നും ഇവിടുത്തെ 150 കോടി ജനത്തിൽ 140-40 140 കോടി ജനത്തിനും പറയണം. അതൊന്നും ഒരു കാലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഇത്തിരി അടുത്ത നിലവിൽ കുറച്ചെങ്കിലും നോളജഡ് ആയ കുട്ടികൾ ടോപ്പിലോട്ട് വരികയും അവരൊക്കെ നമ്മളെ ഭരിക്കുകയൊക്കെ ചെയ്യുകയും അവർ നമ്മളെ നാട്ടിലെ പ്രധാന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താൽ ഒന്നുമില്ലെങ്കിലും അനാവശ്യമായിട്ട് നിങ്ങളെ നാട്ടിൽ ചെലവാക്കേണ്ട പൈസ ഇതൊക്കെ കളത്തിക്കൊണ്ടിട്ട് ചെലവാക്കേണ്ടി വരില്ല. അതെങ്കിലും ഞാൻ പറഞ്ഞു. അതാണ് RBR അല്ലെങ്കിൽ അവതാർ, പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞത്. പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഇത്രയും ഡീപ്പായിട്ട് കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസ്കാരത്തിൽ നിന്നിട്ട് സയന്റിഫിക്കലി കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കുട്ടികൾ അടുത്ത ജനറേഷനൊക്കെ എന്ന് പറയുന്നത് വേറെ ലെവലിൽ എത്താൻ പറ്റുമെന്ന് അത് ചിന്തിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും മറ്റൊരു ലോകത്ത് ജീവിക്കാൻ പറ്റും, മറ്റൊരു നിലയിലെത്താൻ പറ്റും. ഒരിക്കലും നമുക്ക് നമ്മൾ മണ്ടത്തരങ്ങളുടെ പുറത്ത്, അനാവശ്യമായ ആനമണ്ടത്തരങ്ങളുടെ അടുത്ത പുറത്ത് പോകാതിരിക്കണമെങ്കിൽ, കുട്ടികളെ ചിന്തിക്കുന്നവരാക്കി മാറ്റണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. പോകൂ, അവതാർ സിനിമ കാണൂ. അവതാർ സിനിമ ഹോളിവുഡ് സിനിമയല്ല, നമ്മുടെ സിനിമയാണ്, ഏഷ്യയുടെ സിനിമയാണ്, ഭാരതത്തിൻ്റെ സിനിമയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, നോബക് സോളോ.